നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതാപ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഗാർഗിയും പാർവതിയും ഒരു ഫിലിം നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? കാര്യം ഉണ്ടാവും. അതിനിപ്പോ നമുക്കെന്താ ചേച്ചി? എടാ, എനിക്കൊരു സംശയം. എന്താ? അതിന്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോസിന്റെ നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യ ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എടാ, പാർവതിയുടെ സംസാരത്തില് അവള് മാജിക് ബോക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ എനിക്കൊരു തോന്നൽ. ഞാനത് വ്യക്തമായിട്ട് കേട്ടില്ല. ഇനി മാജിക് ബോക്സിൽ നിന്നാണ് അവൾക്കത് കിട്ടിയിട്ടുള്ളതെങ്കിൽ മിക്കവാറും അതിന്റെ വിവാഹ ഫോട്ടോയുടെ നെഗറ്റീവ് ആകാൻ തന്നെയാ സാധ്യത. അതെന്താണ് ചേച്ചിക്ക് അത്ര ഉറപ്പ്? എടാ, ആ മാജിക് ബോക്സിനുള്ളില് ഗായത്രി ദേവി എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ വൈപ്പ്? അങ്ങനെയാണെങ്കിൽ അവൾ എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൽ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശരി, ആ നെഗറ്റീവ് തന്നെ അവക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അതിനിപ്പോ എന്താ? ആ നെഗറ്റീവ് ഇപ്പൊ അവക്ക് പ്രിന്റ് എടുക്കാൻ സാധിച്ചില്ലല്ലോ. ഇനി അത് എടുക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമ്മളെന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നേ? എടാ, ആ നെഗറ്റീവ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പാർവതിയുടെ കയ്യിലാണ്. അവളത് കയ്യിൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നെഗറ്റീവ് വെച്ച് അവൾ എന്ത് ചെയ്യാൻ ചേച്ചി? എടാ, അങ്ങനെ അവളെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അവൾ അത് വെച്ച് എന്തെങ്കിലും പണി ഒപ്പിക്കും. നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റുഡിയോ അകലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അത് തേടി പിടിച്ച് അവിടെ ചെന്ന് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നത്? പ്രതാപ, ആ നെഗറ്റീവില് എന്താണെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. അത് ചിലപ്പോ എന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എന്നെ താലി കെട്ടുന്ന ശേഖരമേനോനും ഉണ്ടാവില്ലേ? നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുത്താൽ എന്നെ വിവാഹം കഴിച്ചത് ശേഖരമേനോനാണെന്ന് അവൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പെടില്ലേ? ആ ഫോട്ടോ അവള് വിശാലിനെയും ഇവിടെയുള്ള മറ്റുള്ളവരെയും കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് ശരിയാണല്ലോ. ആ ഫോട്ടോ പാർവതിയുടെ കൈ കിട്ടിയ അത് നമുക്കെതിരെയുള്ള വലിയ തെളിവായിരിക്കും. ഇപ്പൊ ഞാൻ ടെൻഷൻ അടിക്കുന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആ നെഗറ്റീവ് പാർവതി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. അവളുടെ കൈ വെച്ചിരിക്കുന്ന നെഗറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കും? എടാ, അവൾ അത് വിശാലിന്റെ മുറിയില് രഹസ്യമായി സൂക്ഷിക്കാനാ സാധ്യത. നീ അത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് പൊക്കാൻ നോക്കണം. ഇപ്പോഴോ? എടാ, അധികം വൈകാൻ പാടില്ല. വൈകും തോറും നമുക്കത് ആപത്താ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ അത് എടുത്തിട്ട് വരണം. ഇപ്പൊ അത് എടുത്തോണ്ട് വരുമെന്ന് വെച്ചാ ഇത്തിരി പ്രയാസം വെച്ചേ. മിക്കവാറും വിശാലും പാർവതിയും ആ മുറി തന്നെ കാണും. അവരവിടുന്ന് മാറിയാലേ അത് എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ അവരവിടെ ഇല്ലാന്ന് തന്നെ കരുതിക്കോ. എന്നാലും അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. പാർവതി ഇത് ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് ആ നെഗറ്റീവ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചിലപ്പോ ഒത്തിരി തിരയേണ്ടി വരും. സമയം എടുക്കുക ചേച്ചി. ശരി ശരി, പാർവതിയും വിശാലിനെയും അവിടെ നിന്ന് മാറ്റണം. അവരുടെ ശ്രദ്ധ ആ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയാ? പറയാം. എങ്ങനെയുണ്ട്? ഓക്കെ, ഡൺ. ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. അങ്ങനെ രണ്ടുപേരെ ഇവിടുന്ന് ഒഴിവാക്കിയ നെഗറ്റീവ് ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ കൊണ്ടുവരാം. എന്നാ ശരി, നീ ചെല്ല്. എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യും.
നെഗറ്റീവിൽ എന്താണെന്ന് എങ്ങനെ അറിയും? ഇവിടെ എങ്ങും നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുക്കുന്ന സ്റ്റുഡിയോ ഇല്ലെങ്കിൽ അതെവിടെ പോയി എടുക്കും? ശോ, എന്താ ചെയ്യാ? പാർവതി, അല്ല നീ എന്താ ഇവിടെ ചിന്തിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. സാറിന് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട, വാ നമുക്കൊരു സിനിമ കാണാം. സിനിമയോ? എന്താടോ, സിനിമയെന്ന് താൻ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ല, സിനിമ നമ്മള് തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നേ? എന്നാ അതിനുള്ള നേരമൊന്നും എനിക്കിപ്പോ ഇല്ല വിശാൽ സാർ. ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെ തിയേറ്ററിൽ പോയ സിനിമ കാണുന്നതെന്ന് തന്നോട് ആര് പറഞ്ഞു? അപ്പോ തിയേറ്ററിൽ പോയിട്ടല്ലേ സിനിമ കാണുന്നേ? അല്ല, ഇവിടെ എന്റെ ലാപ്ടോപ്പിൽ നിന്നാ കാണുന്നത്. അതിലും സിനിമയുണ്ടോ? അതിലും സിനിമ കാണാൻ പറ്റും. ആ സാർ, എന്ത് സിനിമയാ നമ്മൾ കാണുന്നേ? ഇത് അങ്ങനെ വലിയ സിനിമയൊന്നും അല്ല. എന്റെ ഫ്രണ്ട് ഇതൊരു ഷോർട്ട് ഫിലിമാ. അവൻ വലിയ സിനിമാ കമ്പക്കാരനാ. എന്നെങ്കിലും വലിയൊരു സിനിമ ചെയ്യണമെന്ന് അവന്റെ ആഗ്രഹം. അത് കൊള്ളാലോ. എന്നാ താൻ വാ, നമുക്ക് കാണാം. ഇത് പിന്നെ അധികം സമയമൊന്നും എടുക്കില്ല. ഇത് കണ്ടിട്ട് താൻ തന്റെ ജോലി ചെയ്തോ. വാ, കമാ. ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ബയോസ്കോപ്പിന്റെ കാഴ്ചയിലൂടെ ഇന്നത്തെ സിനിമയെക്കുറിച്ച് പറയുന്ന കഥയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി അവൻ അയച്ചു തന്നല്ലേ. എന്നാ നമുക്ക് കണ്ടേക്കാം. അല്ല സർ, എന്തോ ഒരു പേര് പറഞ്ഞല്ലോ. എന്താ പേര്? ബയോസ്കോപ്പോ? അതെ, ബയോസ്കോപ്പ്. എന്താണ് ബയോസ്കോപ്പ്? അത് പണ്ട് കാലത്ത് സിനിമാ പ്രദർശനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊജക്ടറാണ്. ഇതാണ് ബയോസ്കോപ്പ്. ഇതിലൂടെ ഫിലിം കടന്നു പോകുമ്പോ ഈ പ്രകാശത്തിന്റെ സഹായത്തോടെയാ ചിത്രങ്ങൾ തിരശ്ശീലയിൽ തെളിയുന്നത്. അപ്പോ നെഗറ്റീവിന് പിന്നിൽ ഇതുപോലെ പ്രകാശം കടത്തിവിട്ട ആ നെഗറ്റീവിലുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. വിശാൽ സർ, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? ഇപ്പൊ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.